4 കുഴി പയർ നട്ടു കൊടുക്കാം. അതിനുവേണ്ടി കുഴി എടുത്ത് നട്ടു വെക്കുവാണെങ്കിൽ കിളുത്ത് വരും. കിളുത്ത് വരുന്നാൽ പന്തലിട്ട് കൊടുക്കുവാണെങ്കിൽ കായ്ക്കുമ്പോൾ വല്ലപ്പോഴുമൊക്കെ പറിച്ച് കറി വെക്കാം. പയർ നട്ടു അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുഞ്ഞു പാവയ്ക്കകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഓരോ കൂടിട്ട് കൊടുക്കാം. പേപ്പർ കടലാസ് കൊണ്ട് കൂട് പോലെ കൂട്ടിയെടുത്ത് പാവയ്ക്കയുടെ തണ്ടും ഒരിലയും കൂടെ കൂട്ടി ചിരട്ടിട്ട് കെട്ടി വെച്ചാൽ മതി. പാവയ്ക്ക അതിനകത്ത് കിടന്ന് വളർന്നു വന്നോളും. വിളയുമ്പം പറിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ ഈച്ചയൊന്നും കുത്താതെ കേടുകൂടാതെ ഇരിക്കും. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ കറിക്കുള്ള എന്തെങ്കിലും പറമ്പിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. പാവയ്ക്ക വിളഞ്ഞുണ്ടോ എന്ന് നോക്കാം. കൂടിട്ട് വെച്ചിരുന്നത് ചെറിയൊരു പാവയ്ക്ക. ചെറിയ പാവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൂടിട്ട് കൊടുക്കണം. കൂടിട്ട് വെച്ചിരിക്കുന്ന അതിനകത്തുണ്ടോ എന്ന് നോക്കാം. ഇതല്ലേ നേരത്തെ പാവയ്ക്കാണ്. 2 എണ്ണം ഉണ്ട്. ഇന്നത്തെ കറിക്കുള്ള പാവയ്ക്ക കിട്ടി. സൂപ്പർ. കാന്താരിയെല്ലാം വീണ്ടും കാന്താരി വിളഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ പറിക്കാം. മുളക് ഉണ്ടല്ലോ, അത് പറിച്ചെടുക്കാം. തണ്ടോടെ പോകുന്നു. പച്ചമുളകുകൾ പറിച്ചെടുക്കാം. ഇതാണ്ട് മുട്ട വെച്ച പഴുക്കാറായി. നേരം ഇവിടെയുണ്ട്. കുറേ പച്ചമുളക് കിട്ടി. ഇതാണ്ട് പച്ചമുളക് കിട്ടി. എല്ലാം പറിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം. നല്ല നല്ല അഭിപ്രായങ്ങളും പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.